കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രേവതി സച്ചിയും അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ബസ്സിൽ വെച്ച് ശ്രുതിയുടെ അമ്മേനെയും ശ്രുതിയുടെ മോനെയെ കാണുന്നുണ്ട്. അപ്പൊ അവരിൽ നിന്ന് ആ ഞെട്ടിക്കുന്ന സത്യമൊക്കെ സച്ചി രേവതി മനസ്സിലാക്കുവാണ്. ശ്രുതിയെ കുറിച്ചുള്ള അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ശ്രുതിയുടെയും ജാതകം നോക്കാനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് ചന്ദ്രമതി. അപ്പൊ അവിടെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രുതിയോട് രവീന്ദ്രൻ ചോദിച്ചറിയുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു. അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ രേവതി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഇത്ര നല്ലൊരു ഗ്രാമത്തിലേക്ക് രേവതി പോകുന്നത്. ഇത്ര നാളും ടൗണിലുള്ള ജീവിതമായിരുന്നു. അപ്പൊ രേവതി നല്ല ആസ്വദിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് സച്ചി കുറെ കാര്യങ്ങളൊക്കെ രേവതിയോട് പറയുന്നുണ്ട്. രേവതിയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഈ സമയത്താണ് ഒരിടത്ത് ബസ് നിർത്തി കഴിയുമ്പോഴത്തേനും ശ്രുതിയുടെ അമ്മയും ശ്രുതിയുടെ മോനും കൂടെ കയറി വന്നേ. അപ്പൊ പെട്ടെന്ന് സച്ചി എന്ത് ചെയ്യണം, സച്ചി ഇരുന്ന സീറ്റ് അങ്ങ് എഴുന്നേറ്റ് കൊടുക്കുക. സച്ചിക്ക് എങ്ങനെയാലും രേവതിയുടെ അടുത്തുനിന്ന് എഴുന്നേറ്റാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താ, ഇനിയും രേവതി ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്റെ തോളത്തേക്ക് ചാരും. അതിപ്പോ തനിക്ക് ബുദ്ധിമുട്ടാ, എന്തോ ഒരു വല്ലായ്മ തോന്നും. അതുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേനും ശ്രുതിയുടെ അമ്മ പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് കൊടുക്കുകയാണ്. എന്നാ ശ്രുതിയുടെ അമ്മ ഇരുന്നു, കൂടെ ശ്രുതിയുടെ മോനും കയറിയിരുന്നു. രേവതി ശ്രുതിയുടെ മോനോട് പേരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവൻ പറഞ്ഞു ആദിദേവെന്ന് പറയാണ്. അല്ല എങ്ങോട്ടാ പോണേന്നൊക്കെ ചോദിക്കും. ഞങ്ങൾ ക്ഷേത്രം വരെ പോവാൻ മോളെ, എന്റെ അനിയത്തിയുടെ വീട് കുറച്ച് അടുത്താണ്. അപ്പൊ അവിടെ ക്ഷേത്രമുണ്ട്, അപ്പൊ അവിടത്തേക്ക് പോവാന്നൊക്കെ പറയാണ്. പിന്നീട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ശ്രുതി വെച്ചു, അല്ല ആദിദേവിന്റെ അച്ഛനും അമ്മയും വന്നില്ലേന്ന് ചോദിക്കുവാണ് ശ്രുതിയുടെ അമ്മയോട്. പെട്ടെന്ന് ആദ്യം അവിടെ ഇല്ല, എനിക്ക് അച്ഛനും അമ്മയും ഇല്ല, എനിക്ക് ചേച്ചിയമ്മ മാത്രമുള്ളൂ എന്ന് പറയണം. അച്ഛനും അമ്മയില്ല, ചേച്ചിയമ്മ. പെട്ടെന്ന് ശ്രുതിയുടെ അമ്മ തിരുത്തി, അതെ അവന് അച്ഛനും അമ്മയില്ല. അല്ല അവരെന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും ശ്രുതിയുടെ അമ്മ അതിന് മറുപടി ഒന്നും പറയുന്നില്ല, മിണ്ടുന്നില്ല. അപ്പൊ രേവതിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ആ പിഞ്ചു കുഞ്ഞിന്റെ മുഖം കണ്ട പിന്നീട് രേവതിക്ക് ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. കാരണം അതിന്റെ വിഷമം രേവതിക്ക് മനസ്സിലായി. സോറി കേട്ടോ, ഞാൻ അറിയാതെ ചോദിച്ചാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അവനാണെങ്കിലോ ഒരു കുട്ടിക്കുറുമ്പനായിരുന്നു. അവിടെ ഇരുന്ന് ഫോണിനകത്ത് ഇങ്ങനെ ഓരോന്ന് കളിച്ചോണ്ടേക്ക് ഇരിക്കുവാണ്. അങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് സച്ചിനെ നോക്കുന്നുണ്ട്. സച്ചിനെ നോക്കിയപ്പോൾ സച്ചി രൂക്ഷമായിട്ട് ഇങ്ങനെ രേവതിനെ നോക്കുന്നതാണ്. പറഞ്ഞു, അതെ ഈ ചേട്ടനെ ചേച്ചിക്ക് വേണ്ട കേട്ടോ എന്ന് പറയണം. അതെന്തമ്മനെ അങ്ങനെ പറഞ്ഞു, അതെ എന്ത് ദേഷ്യപ്പെട്ടാ ചേച്ചിനെ നോക്കണേ, അതുകൊണ്ട് വേണ്ടാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതിയുടെ അമ്മയും രേവതിയൊക്കെ ചിരിക്കുവാണ്. സച്ചി പറഞ്ഞു, കുഞ്ഞതാണെങ്കിൽ അവന്റെ വായിന്ന് വരുന്ന വലിയ വർത്താനം കേട്ടോന്ന് പറയണേ. രേവതി പറഞ്ഞു, കുഞ്ഞാണെങ്കിൽ അവന് മനസ്സിലാക്കാൻ സാധിക്കും ആരാ നല്ലത് ആരാ ചീത്തയെന്നൊക്കെ. അവിടെ രണ്ടുപേരും കൂടെ അടി ഉണ്ടാക്കുവാണ്. അങ്ങനെ സന്തോഷകരമായിട്ട് പോവാണ്. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ആദിദേവിന്റെ വക ചില കുട്ടി കുറുമ്പുകളൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും അവൻ ഫോണിനകത്ത് തന്നെ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. എന്നാലോ ഇടയ്ക്ക് ഇങ്ങനെ അവരോട് ഓരോ തമാശകളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ശ്രുതിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അവള് നാട്ടിൽ തന്നെയാണ്, ഇവിടെ ഇല്ല, അവള് നാട്ടിൽ തന്നെ, അവൾ അവിടെ ജോലിയൊക്കെയാന്ന് പറയുവാണ്. രേവതിക്ക് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും തോന്നിയില്ല, കാരണം ഫോട്ടോസ് ഒന്നും കണ്ടിട്ടൊന്നുമില്ല. പിന്നീട് പറയുന്നുണ്ട്, അതെ അവളുടെ ഫോട്ടോ ഈ ഫോണിനകത്തുണ്ടെന്ന് പറയണം, അതിങ്ങനെ എടുത്തു കാരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ ഇങ്ങ് മേടിക്കാൻ നോക്കുമ്പോഴത്തേനും ആദ്യം ഫോൺ കൊടുത്തില്ല. അവനാണ് ഗെയിം കളിക്കണം, അവനാ ഗെയിമിനകത്ത് മുഴുകിയിരിക്കുക. അവസാനം ഇങ്ങ് നാടാന്ന് പറഞ്ഞുകൊണ്ട് മേടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഞാൻ കാണിച്ചു കൊടുക്കാം, ചേച്ചിയമ്മയുടെ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് അവന് ഫോട്ടോ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് വണ്ടി അങ്ങ് സഡൻ ബ്രേക്ക് ഇടുവാണ്. ഫോൺ അവന്റെ കയ്യിൽ താഴേക്ക് തെറിച്ചുപോയി. അവനാണ് സങ്കടത്തോടെ കരയുവാണ് അവർ കിടന്നിട്ട്. അപ്പൊ ഫോട്ടോ കാണിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ശ്രുതി ആ സമയത്ത് അങ്ങ് രക്ഷപ്പെട്ടു പോവാണ്. കാരണം ശ്രുതിയുടെ ഫോട്ടോ അപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ സച്ചിക്കും മനസ്സിലാവും, രേവതിക്കും മനസ്സിലാവും ഇത് ശ്രുതിയാന്നുള്ള കാര്യം മനസ്സിലാവും. അവള് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കള്ളത്തരമാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്ന ആ ക്ഷേത്രത്തിലേക്ക് പോവാണ് ചന്ദ്രമതിയും രവീന്ദ്രൻ എല്ലാരും കൂടെ. കാരണം ജാതകമൊക്കെ നോക്കണം, ജോത്സ്യനെ കണ്ട് മുഹൂർത്തം കുറിപ്പിക്കണം, അതിനു വേണ്ടി ചെല്ലുവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ നേരത്തെ തന്നെ ശ്രുതിയും മീരയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ശ്രുതിയെ കണ്ടപ്പോ തന്നെ ഓടി വരുവാണ് ശ്രുതി. എന്നിട്ട് പറഞ്ഞു, അതെ ഞാന് പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചായിരുന്നു ശ്രുതിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് നെറ്റിയിലേക്ക് ചന്ദ്രൻ തൊട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഭയങ്കര കെയറിങ്ങോടുകൂടി തന്റെ മോനെ നോക്കുന്നു. ഇനി ഇവരെ ഒന്നായിക്കോളും, കല്യാണം കഴിച്ചോളും എന്നൊരു ചിന്തയൊക്കെ ചന്ദ്രമതിയുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞ പക്ഷെ രവീന്ദ്രൻ നല്ല സംശയം തോന്നി. രവീന്ദ്രൻ പതുക്കെ ശ്രുതിനെ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോയിട്ട് ചോദിച്ചു, സത്യം പറയടാ നിനക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമാണോന്ന് ചോദിക്കുകയാണ്. അല്ല അച്ഛനെന്താ അങ്ങനെ ചോദിച്ചേ, എനിക്ക് നല്ല സംശയമുണ്ട്,
നീ ഇനി ആദ്യം ഇതുപോലെ തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഇനിയിപ്പൊ അമ്മയുടെ നിർബന്ധത്തിന് വഴിയെങ്ങാനും ആണോ നീ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോണെന്ന് ചോദിക്കുകയാണ്. അല്ല അച്ഛാ, എനിക്ക് ശരിക്കും ഇഷ്ടമുണ്ടായിട്ട് തന്നെയാ. എനിക്ക് വിശ്വാസം വരുന്നില്ലട മോനെ. കല്യാണ പണ്ടിതേ നീ ഓടിപ്പോവോ? ഇനി ഒരു പെണ്ണിനെയും കൂടെ നീ ചതിക്കുമോന്ന് ചോദിക്കണം. ശ്രുതിക്ക് ആ പടെ കർണത്തടിയേറ്റ പോലെ എന്തേലും പറയാൻ പറ്റുമോ? ചെയ്ത തെറ്റല്ലേ? അപ്പൊ ഇനി ആ ഒരു രീതിയിലല്ലേ എല്ലാരും കാണത്തുള്ളൂ. പെട്ടെന്ന് ശ്രുതി പറഞ്ഞേ, അങ്ങനെയൊന്നും ഇല്ലാച്ചാ, എനിക്ക് അവളെ ഇഷ്ടമാണ്, അവൾക്ക് എന്നെ. അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഞങ്ങൾ രണ്ടും വിവാഹം കഴിക്കുന്നു പറയണം. അങ്ങനെയാണെ കൊള്ളാം, ഇല്ലെങ്കിലുണ്ടല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പിന്നെ പറയണ്ടല്ലോ എന്നൊക്കെ പറയണം. അങ്ങനെ വന്ന് ഇന്ന് കഴിയുമ്പത്തേന് പിന്നെ അങ്ങോട്ട് ശ്രീകാന്ത് വരുന്നുണ്ട്. ശ്രീകാന്ത് ഇതുവരെയായിട്ടും ശ്രുതിയുടെ ഭാര്യയാകാൻ പോകുന്ന ആളെ കണ്ടിട്ടില്ല, ശ്രുതിനെ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ശ്രുതിനെ കാണുവാണ്. അവർ തമ്മിൽ പരിചയപ്പെടുത്തുന്നൊക്കെയുണ്ട്. ഈ സമയത്ത് മീര ശ്രീകാന്ത് തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ശ്രീകാന്തിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. അല്ല, അച്ഛൻ എവിടെയാന്ന് ചോദിച്ചപ്പോൾ മലേഷ്യയിലാന്ന് പറഞ്ഞു. മലേഷ്യയിൽ എവിടെയാന്ന് ചോദിക്കുവാണ്. ആകപ്പാടെ ശ്രുതി ഒന്ന് ഞെട്ടി. ശ്രുതിക്ക് മലേഷ്യ വല്ല ആരിലും ഉണ്ടോ, എന്തെങ്കിലും പറയാൻ ആൻസർ ഉണ്ടോ? പെട്ടെന്ന് ശ്രുതി കിടന്ന് ബബ്ബ അടിക്കുകയാണ്. ഈ സമയത്ത് മീര എന്നിട്ട് പറഞ്ഞു, അല്ല മലേഷ്യ നിനക്ക് അറിയാന്ന് ചോദിക്കണം. അറിയാം, എന്റെ ഒരു ഫ്രണ്ട് അവിടെയുണ്ട്. പിന്നീട് ഒരു സ്ഥലപ്പേര് പറയണ, അവിടെ എന്റെ ഫ്രണ്ട് താമസിക്കുന്നതാണ്. ആണോ? പിന്നീട് വീണ്ടും ശ്രുതിയോട് തന്നെ ചോദിക്കുകയാണ്, മലേഷ്യയിൽ എവിടെയാ, മലേഷ്യയിൽ പോയിട്ടുണ്ടോന്നൊക്കെ വലിയ തള്ളങ്ങോട്ട് തള്ളി. പക്ഷെ പറയാൻ പേരറിയത്തില്ലോ. പിന്നീട് അവിടുന്ന് രക്ഷിക്കാനായിട്ട് മീര വരുന്നേ. അതെ, മലേഷ്യയിൽ ഒത്തിരി സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാ അതൊക്കെ അറിയണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ശ്രീകാന്തിനെ തിരിച്ചു മാറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ശ്രീകാന്തിന്റെ ശ്രദ്ധ തിരിക്കുകയാണ്. പിന്നീട് അവരവിടെ കിടന്ന് ഭയങ്കര വർത്താനം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ജോൾസിന്റെ മുമ്പിൽ ഇരിക്കുന്ന ചന്ദ്രമതി ശ്രദ്ധിച്ചു മീര ശ്രീകാന്തും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇനിയിപ്പോ ശ്രീകാന്തിനെ തട്ടിയെടുക്കാനെങ്ങാനും ആണോ ഇവളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പറയാൻ പറ്റില്ല. അതൊക്കെ ഓർത്തപ്പോ ഒരു ടെൻഷൻ. പെട്ടെന്ന് ബാമയോട് പറഞ്ഞു, നോക്കടി ബാമേ, കൊണ്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടോന്ന് പറയണം. അതെ, അവർ നോർമൽ സ്റ്റേജിലല്ലേ സംസാരിക്കുന്നത്, നീ എന്തിനാ എത്ര ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കണം. എന്നാലും എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നു. രവീന്ദ്രൻ പറഞ്ഞു, നീ എങ്ങോട്ടാ ചന്ദ്രനെ നോക്കുന്നേ? ദേ അവിടെ പൂജകൾ നടക്കുന്നുണ്ടെങ്കിൽ നീ അവിടെ ശ്രദ്ധിക്കാൻ പറയണം. പെട്ടെന്ന് ചന്ദ്രമതിയും മോൻ തിരിച്ചു. എന്നാലും ചന്ദ്രമതിയുടെ ഉള്ളിൽ ഒരു കരട് വീണു. ഇനി ഇവിടെങ്ങാനും തന്റെ മകനെ തട്ടിയെടുത്തോണ്ട് പോകുമോ എന്നൊരു ചിന്തയൊക്കെ ചന്ദ്രമതിയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇനിയിപ്പം ഒരു പുതിയ ആളും കൂടെ ശ്രീകാന്തിന്റെ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ശ്രീകാന്തിന്റെ പെണ്ണായിട്ട് വരാൻ പോകുന്നൊരു പുതിയ പെൺകുട്ടിയും കൂടെ ഇനി നാളെ ശ്രീകാന്തുമായിട്ട് കണ്ടുമുട്ടുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്ക് നമുക്ക് നാളെ കാണാം കേട്ടോ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് നിർത്തുന്നു. നന്ദി.